ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അപ്പൊ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഫിസിക്കലി, ഇമോഷണലി, മെന്റലി എല്ലാം വളരെയധികം ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രയും അബ്യൂസീവ് ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എങ്കിൽ ആ ഒരു വ്യക്തിയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഈ റീഡിംഗ് കാണാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. വീണ്ടും ആ ഒരു വ്യക്തിയെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫ് വീണ്ടും ഒരു സ്ട്രഗിളിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ എനർജി അല്ല, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആദ്യം തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മെയിൽ ആയാലും ഫീമെയിൽ ആണെങ്കിലും ഒരു 25 to 35 ആ ഒരു റേഞ്ചിൽ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. മെയിൽ ആയാലും ഫീമെയിൽ ആയാലും വളരെ അപൂർവമായിട്ടൊരു മെച്ചർ ആയിട്ടുള്ള വ്യക്തികളെയും കാണുന്നുണ്ട്. കൂടുതലായിട്ടുള്ള എനർജി വന്നത് ഈ ഒരു റേഞ്ചിലുള്ളതാണ്. പക്ഷെ ചിലവർക്ക് അതിൽ കൂടുതൽ ഏജുള്ള വ്യക്തി ആണെങ്കിൽ പോലും ഫിസിക്കലി അത്ര ഏജ് തോന്നിക്കാത്ത തരം വ്യക്തികളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതില് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ച് വണ്ണമൊക്കെ ഉള്ള ഒരു ടൈപ്പ് വ്യക്തിയാണ് അത്. പ്രത്യേകിച്ച് മെയില് ആണെങ്കിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ, അതായത് ഒരു 25 to 35 ആ ഒരു റേഞ്ചിലുള്ള ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇവരുടെ ബോഡി മെയിൻ ആണെങ്കിൽ വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഉള്ള, അതായത് ജിമ്മിലൊക്കെ പോകുന്നുള്ള വ്യക്തിയാവാം, അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ പോലും ബോഡി നല്ല ഫിറ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന, ബോഡി കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലേഡീസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വളരെയധികം അവരുടെ സൗന്ദര്യമൊക്കെ വളരെ നന്നായി സംരക്ഷിക്കുന്ന, നല്ല സ്ട്രക്ചർ ഒക്കെ ഉള്ള, അവരും ഇതുപോലെ ബോഡിയൊക്കെ വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒന്നുകിൽ ഏതെങ്കിലും യൂണിഫോംഡ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് പോലീസ്, ഫയർഫോഴ്സ്, അല്ലെങ്കിൽ മിലിറ്ററി, അങ്ങനെ ഏതോ ആവാം, നേവി, അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിഫോംഡ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികള് റൈഡേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചിലവര് ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. വാഹനവുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അത് എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ട്രാവലിംഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു ഫീൽഡിലാണ് ഇവര് ജോലി ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ആ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തികൾ അവരുടെ ഒരു എനർജി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോ ആ വ്യക്തിയാണെങ്കിൽ അവര് കുറച്ചും കൂടെ ഒരു അതായത് ഒരു ലീഡർ ആയിട്ടുള്ള ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവര് ഏത് ഫീൽഡും ആയിക്കൊള്ളട്ടെ, ആ ഒരു ഫീൽഡിൽ ഒരു ലീഡറാണ് അവര്. അല്ലെങ്കിൽ അവരുടെ കീഴിൽ കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്ന പോലെ, അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇനി നമുക്ക് അവരുടെ ഫീലിംഗിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ഒരു ലൈഫിന്റെ ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് കടക്കുന്ന ഒരു ടൈമാണ് അത്. ഒരുപക്ഷെ ഒരു വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമിൽ നിന്ന് കുറച്ച് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് ആയിരിക്കാം മാറുന്നത്. അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന്
ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക്. അപ്പൊ എന്ത് തന്നെ ആയാലും അവര് ലൈഫിൽ എന്തോ ഒരു ഫേസ് ചേഞ്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി ആണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ ലോകം തന്നെ അവരാണ് എന്ന് തോന്നുന്ന അത്രയും അട്രാക്ഷൻ നിങ്ങൾക്ക്, അത്രയും അടുപ്പം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ലൈഫിന്റെ മറ്റൊരു ഫേസിലേക്ക് കടന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. അവിടെ ഇവര് കുറെ കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി അവര് കുറച്ച് കാര്യങ്ങള് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ലൈഫില് വളരെയധികം സ്ട്രഗിൾസിലൂടെ അവർ ആരോടൊക്കെയോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ആരോടൊക്കെയോ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വളരെയധികം സ്ട്രഗിൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് അതെല്ലാം ഒന്ന് അവസാനിച്ച്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയൊക്കെ ഒന്ന് മെരുക്കിയെടുത്ത് നിൽക്കുന്ന ഒരു ഫേസ് ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ. അപ്പോൾ അതിനിപ്പോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ആരോടൊക്കെയോ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആരെയൊക്കെയോ അവർക്ക് അനുകൂലമാക്കി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി അവര് ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ അവര് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഏതോ രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാവാനും സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോ ആ ചീറ്റിംഗ് ഏത് രീതിയിലും ആവാം. അപ്പോ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയോ കാര്യത്തിൽ നിങ്ങളും അവരും തമ്മിൽ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഓൺലൈൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ മറ്റ് ഫേക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളിലേക്ക് വന്നിട്ടില്ല, നിങ്ങളുടെ ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ അവര് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിന്തകളായിരിക്കാം. ആ ഒരു ചിന്തകളെ അവര് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ഷമയോടുകൂടി ആ ചിന്തകളെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു സ്ട്രഗിൾസ് എങ്ങനെ ഓവർകം ചെയ്യാം എന്നെല്ലാം ഉള്ളതിനെ കുറിച്ച് അവര് കാര്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അത്രയും എഫേർട്ട് മുമ്പ് ഇട്ടിരിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത്. ഓക്കെ. അപ്പോ ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെ കാര്യമായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ആണെന്നാണ് തോന്നുന്നത്. അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അവിടെ നിന്നൊരു ട്രാവലിനെ കുറിച്ച് അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ചിന്തിച്ചിട്ട് ഇത് നടക്കില്ല എന്ന് കരുതി പോയ വ്യക്തികളായിരിക്കാം. പക്ഷെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുണ്ട്. അപ്പോ ആ ഒരു കാര്യം അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അവര് ആ ഒരു കാര്യം ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളോടാണെങ്കിലും അവർക്ക് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ വളരെ വളരെ നല്ല രീതിയിൽ ഫിസിക്കൽ അട്രാക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോ അവര് നിങ്ങളോട് അതായത് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം, ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രോസ്പെരിറ്റി നിങ്ങളുടെ ഒന്നിച്ചുള്ള ലൈഫിൽ
നിങ്ങൾ ഒന്നിച്ച് ഒരു ഒരു അബണ്ടൻസ് ഉണ്ടാവണമെന്നും വളരെ നിങ്ങളെ ഒന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യണം, അതുപോലെ നിങ്ങളെ നല്ല രീതിയിൽ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു നർച്ചറിങ് എല്ലാം നിങ്ങൾക്ക് തരണമെന്നും ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു അനുഭവം നിങ്ങൾക്ക് തരണമെന്നും എല്ലാം അവര് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ വളരെ ഫാസ്റ്റ് ആയിട്ടൊരു ആക്ഷൻ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് അവര് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇവര് നിങ്ങളെ അവരുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ അല്ലെങ്കിൽ അച്ഛനാവാൻ, അതായത് ഒരു 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 പുതിയ ഒരു ബേബി നിങ്ങളിൽ നിന്നും അവര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിലവിൽ അവരുടെ ലൈഫിൽ അവർക്ക് മറ്റ് ചില സന്തോഷങ്ങളും ചില കുറെ ചോയ്സസും കാര്യങ്ങളൊക്കെ നിലവിൽ അവരുടെ ലൈഫിൽ ഉണ്ട്. പക്ഷെ അതിലൊന്നും അവർ സാറ്റിസ്ഫൈഡ് അല്ല. വളരെയധികം അവര് ബോറടിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. അപ്പൊ നിലവിൽ എന്ത് സന്തോഷം അവർക്ക് ഉണ്ടെങ്കിലും അതിലവര് തൃപ്തരല്ല. അവര് നോക്കുന്നത് നിങ്ങളെ തന്നെയാണ്, നിങ്ങളെ മൊത്തുള്ള ലൈഫിന്റെ ഒരു അബണ്ടൻസ്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുമായി ഒന്നിച്ചുള്ള ഒരു ലൈഫിന്റെ ബ്യൂട്ടി, അതിന്റെ ഒരു സന്തോഷം, അതിലേക്കാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. അല്ലാതെ ഇപ്പൊ അവർ നിലവിലായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് യാതൊരു സന്തോഷവും അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം പാഷൻ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ അട്രാക്ഷൻ വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, നമുക്ക് നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അതായത് അത്രയും ഇമോഷൻസും അവർക്ക് നിങ്ങളോടുണ്ട്. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഒരു കണക്ഷൻ, ടു ഓഫ് കപ്സും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്ര ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനും കൂടി അവർക്ക് നിങ്ങളോടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് അത്രയധികം ലവ് അവർക്കുണ്ട്, ഡീപ്പായിട്ടുള്ള ലവ് ഉണ്ട്, ഡീപ്പായിട്ടുള്ള ഒരു പാഷൻ, അട്രാക്ഷൻ എല്ലാം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് ആണ്. അപ്പൊ അത്രേ ഒരു ഇപ്പൊ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ ആയിട്ട് വരാൻ അവര് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകളൊക്കെ തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ടുഗദർനെസ്, ഹാപ്പി ആയിട്ടുള്ള ഒരു ടുഗദർനെസ് എല്ലാം ലൈഫിൽ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിലേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് അവര്. ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, നിലവിൽ എന്തൊക്കെയാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു പക്ഷെ അവരുടെ ഫ്രണ്ട്സിനോടാവാം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളോടായിരിക്കാം. അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തികളുമായിട്ട് അവർ ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു പുതിയ ഒരു തുടക്കം, നിലവിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട്, ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ടിട്ട് ഒരു പുതിയ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഈ റിലേഷൻഷിപ്പിൽ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നും, അല്ലെങ്കിൽ നിലവിലുള്ള ഇഷ്യൂസ് എങ്ങനെ പരിഹരിക്കാമെന്നും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ഒരു അഡ്വൈസ് എടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തു തന്നെ ആയാലും വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള, നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് ടൈമും അതുപോലെ എഫേർട്ടും എല്ലാം ഇട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, കൂടാതെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട്, അത് വളരെ സ്ലോ ആയിട്ടല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാനാണ് ഇപ്പോൾ അവര് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത് മാർച്ച് മന്ത്
നമ്പർ 26, നമ്പർ 21, ചോതി നക്ഷത്രം, ലെറ്റർ ബി, നമ്പർ 8, മൂലം നക്ഷത്രം, നമ്പർ 16, നമ്പർ 1, നമ്പർ 25, നമ്പർ 11, മകം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, ഒക്ടോബർ മന്ത്, മലപ്പുറം ഡിസ്ട്രിക്ട്, ഭരണി നക്ഷത്രം, നമ്പർ 18, എറണാകുളം ഡിസ്ട്രിക്ട്, നമ്പർ 22, നമ്പർ 28, നമ്പർ 6, പാലക്കാട് ഡിസ്ട്രിക്ട്, നമ്പർ 5, നമ്പർ 50. ഓക്കെ, അപ്പോ ഈ ഒരു എനർജി നിങ്ങളുടെ എനർജി ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ എനർജി നിങ്ങളുടെ എനർജി ആണെങ്കിൽ ഇതിലെ ക്ലോസുമായിട്ട് നിങ്ങളൊന്ന് കണക്റ്റഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത റീഡിങ്ങിൽ കാണാം.